ഇന്ന് ഏപ്രിൽ 12 ഒരുപാട് പ്രേക്ഷകർക്ക് അറിയേണ്ട സിനിമകളുടെ ഇതുൾപ്പെടെ 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ബ്രോമാൻസ് വാലന്റൈൻ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും മികച്ച കളക്ഷൻ ലഭ്യമായ സിനിമയാണല്ലോ. എന്നിട്ടും സിനിമ എന്തുകൊണ്ട് OTT റിലീസ് ചെയ്യുന്നില്ല, OTT അപ്ഡേറ്റ് എവിടെ തുടങ്ങിയ ചോദ്യങ്ങൾ ഒരുപാട് പ്രേക്ഷകർക്കിടയിലുണ്ട്. ഈ വിഷയത്തിൽ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ബ്രോമാൻസിന്റെ OTT അവകാശങ്ങൾ വിറ്റഴിച്ചു എന്നാണ് വിവരം. എന്നാൽ ഏതാണ് OTT പ്ലാറ്റ്ഫോം എന്ന് കൺഫേം ആയിട്ടില്ല. ജിയോ ഹോട്ട്സ്റ്റാർ എന്നൊക്കെ ശക്തമായ റൂമേഴ്സ് ഉണ്ട്. എന്തായാലും ഉടനെ ഈ മാസം തന്നെ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. നേരത്തെ കേരളത്തിൽ ഉൾപ്പെടെ മലയാളം ഭാഷയിൽ റിലീസ് ചെയ്തൊരു അന്യഭാഷാ സിനിമയാണ് കാ. ഇപ്പോഴത്തെ ദുൽഖർ കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന സിനിമ നേരത്തെ ETV വിൻ എന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതിന് പിന്നാലെ ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെയും റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രം ഇപ്പോഴത്തെ തെലുഗു ഭാഷയ്ക്ക് പുറമെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ ലഭ്യമാണെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. നേരത്തെ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്ത തെലുഗു സിനിമയാണ് മനമേ. ചിത്രം ഇപ്പോഴത്തെ ആഹാ തെലുഗു OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. സിനിമയുടെ ഡബ്ഡ് വെർഷൻ ഉടനെ റിലീസ് ആകുന്നതാണ്. കിങ്സ്റ്റൺ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ GV പ്രകാശിന്റെ തമിഴ് സിനിമയാണ്. നാളെ ഏപ്രിൽ 13 ഒരേ സമയം സിനിമ ടെലിവിഷൻ പ്രീമിയറിനും OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. C5 ആണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. ഹിന്ദിയിൽ നിന്നും ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന സൈഫ് അലി ഖാൻ സിനിമയാണ് ജുവൽ തീഫ്. ചിത്രം OTT റിലീസായിട്ട് ഈ മാസം ഏപ്രിൽ 25-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ റിലീസാകുന്നതാണ്. ചിത്രത്തിന്റെ റിലീസ് ഹിന്ദിക്ക് പുറമെ തമിഴ് തെലുഗു ഭാഷകളിലും പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലെ 6ാമത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന ED എക്സ്ട്രാ ഡീസന്റ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് റിലീസായിട്ട് എത്തിയ സിനിമ ഇനിയും OTT റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ സിനിമയുടെ HD പതിപ്പ് ലീക്കാക്കപ്പെട്ടപ്പോൾ അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടതുകൊണ്ട് അധികം പ്രേക്ഷകർ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ OTT കമ്മിങ് സൂൺ പോസ്റ്റർ ഒരു OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. സൈൻ അപ്ലൈ ആണ് സിനിമയുടെ റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഏപ്രിൽ മാസം സുരാജ് സിനിമ റിലീസാകുന്നതാണ്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് മലയാളത്തിലെ റെക്കോർഡ് വിജയം നേടിയെടുത്ത ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന എമ്പുരാൻ OTT അപ്ഡേറ്റ് ആണ്. സിനിമയുടെ OTT അവകാശങ്ങളും ഇനിയൊരു OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്ന് ഉറപ്പിക്കാനായിട്ടായിട്ടില്ല. അവസാനഘട്ട ചർച്ചകൾ 3 OTT പ്ലാറ്റ്ഫോമുകളുമായിട്ടാണ് നടക്കുന്നത്. ഒന്ന് സിനിമയുടെ ആദ്യ ഭാഗം സ്വന്തമാക്കിയ ആമസോൺ പ്രൈം, മറ്റൊന്ന് ജിയോ ഹോട്ട്സ്റ്റാർ, വേറെ ഒന്ന് നെറ്റ്ഫ്ലിക്സ്. ഇതിൽ ലാലേട്ടന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്ത ജിയോ ഹോട്ട്സ്റ്റാറിൽ സിനിമ റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതൽ. ഈ മാസം അവസാനത്തോടെയാണ് സിനിമയുടെ പാൻ-ഇന്ത്യൻ OTT റിലീസ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലാലേട്ടന്റെ വൻ വിജയം നേടിയെടുത്ത എമ്പുരാൻ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം.